കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് ചിക്കൻ സ്റ്റാളിൽ കോഴിയിറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തിയതായി പരാതി. ഗാന്ധി പാർക്കിന് സമീപമുള്ള ഫാത്തിമ ചിക്കൻ സ്റ്റാളിലാണ് പഴകിയ ഇറച്ചി പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം അപ്പോൾ നമ്മളെ ഇവിടെ പ്രദേശത്തുള്ള ആളാണ് അനീഷേട്ടൻ വീട്ടിലേക്ക് വേണ്ടി ചിക്കൻ വാങ്ങിയതാണ്. അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വീട്ടിലെത്തി മുറിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നിറയെ പുഴുക്കളാണ്. ആ പുഴുക്കൾ കണ്ടപ്പോൾ മൂപ്പര ഉടനെ തന്നെ വിളിച്ചപ്പോൾ നമ്മളെ എച്ച്.ഐനെ വിളിച്ചു. അതേമാതിരി ഫുഡ് ആൻഡ് സേഫ്റ്റിൻ്റെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൾക്കാരായിട്ട് വേറെ ആരുമില്ല. രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത്. അവർക്ക് മലയാളം തീരെ പറയാൻ പോലും പറ്റാത്ത, നമ്മൾ ഹിന്ദിയിലാണ് അവരോട് കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ചേതൻ സാജൻ ചേരുകയാണ്. ചേതൻ, യഥാർത്ഥത്തിൽ ഇത് കോഴിയെ കൊന്ന് നമ്മുടെ മുമ്പിൽ വെച്ചല്ലേ ചിക്കൻ തരുന്നത്? ഇതെങ്ങനെയാണ് പഴകിയ ചിക്കൻ കൊടുക്കുന്നത്, പുഴു വരുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? അജിംഷാദി, കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് ഗാന്ധി പാർക്കിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ഫാത്തിമ ചിക്കൻ സ്റ്റാളിലാണ് ഇപ്പോൾ ഈ പഴകിയ പുഴുവരിച്ച നിലയിൽ ഈ ഇറച്ചി വിറ്റതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഈ വേങ്ങേരി സ്വദേശി അനീഷനാണ് ഈ പുഴുവരിച്ച നിലയിൽ ഇറച്ചി ലഭിച്ചത്. ഇയാൾ ഇത് വീട്ടിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വാങ്ങിയ ഇറച്ചിയിൽ പുഴു ഉള്ള കാര്യം കണ്ടത്. ഉടനെ തന്നെ കടയിലേക്ക് എത്തുകയായിരുന്നു. കടയിൽ ജോലി ചെയ്തത് മലയാള ഭാഷ അറിയാത്ത രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു. ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ കൈമലർത്തുകയായിരുന്നു. സ്വാഭാവികമായും പിന്നീട് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ വിവരം അറിയിക്കുകയായിരുന്നു. അവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിലവിൽ ഈ കട ഇപ്പോൾ സീൽ ചെയ്തിരിക്കുകയാണ്. ഇവരെ മുമ്പിൽ വെച്ചല്ല ഈ ഇറച്ചി ഇത്തരത്തിൽ കോഴിയെ കൊന്ന് ഇറച്ചി എടുത്തതല്ലേ? ഇവരുടെ മുമ്പിൽ വെച്ചല്ല. അല്ല, ആദ്യമേ സൂക്ഷിച്ച ഇറച്ചി ഇവർക്ക് വിൽക്കുകയായിരുന്നു. ഈ ഇറച്ചി വാങ്ങിയപ്പോൾ ഈ അനീഷ് ഇത് പരിശോധിച്ചില്ല. വീട്ടിലെത്തിയപ്പോഴാണ് അനീഷ് ഇത് കണ്ടത്. ഉടനെ തന്നെ കടയിലേക്ക് എത്തുകയായിരുന്നു. സ്വാഭാവികമായും അനീഷ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ വിവരം അറിയിച്ച് അവർ എത്തി കട സീൽ ചെയ്യുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ കടയുടമ റിയാസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഈ കടയുടമ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കടയുടമ ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഇപ്പോൾ നടത്തുന്നുണ്ട്. ഏതായാലും കട ഇപ്പോൾ സീൽ ചെയ്ത് അടച്ചിരിക്കുകയാണ്. അജിത് ഷാ.